മഹാഭാരതം എപ്പിസോഡ് 13, 13th എപ്പിസോഡ്. ആർ കെ നാരായണൻ്റെ ദ മഹാഭാരത എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ മഹാഭാരതത്തിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ്. ആദ്യത്തെ 3 അധ്യായങ്ങളും കഴിഞ്ഞു. ആദ്യത്തെ അധ്യായത്തിൻ്റെ പേരാണ് ദ എയ്ത്ത് ബേബി. രണ്ടാമത്തെ അധ്യായത്തിന്റെ പേരാണ് എൻ്റർ ദി പ്ലേയേഴ്സ്. മൂന്നാമത്തെ അധ്യായത്തിന്റെ പേരാണ് ഹൗസ് ഓഫ് ജോയ് ആൻഡ് ആഷസ്. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ശന്തനു മഹാരാജാവിൻ്റെ മക്കളും ചിത്രാംഗതനും വിചിത്രവീര്യനും സത്യവതീനെ വിവാഹം കഴിക്കുന്നതും എല്ലാം, ഭീഷ്മാചാര്യരെ ജനിക്കുന്നതും ദേവദത്തൻ എന്നുള്ള പേരിൽ ജനിക്കുന്നതും ഇതെല്ലാമാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലൊരു ആമുഖമായിട്ട് എല്ലാ കഥാപാത്രങ്ങളുടെയും ജനനമാണ് ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ധൃതരാഷ്ട്രരുടെ മക്കളും അവരുടെ പരിശീലനവും ട്രെയിനിങ്ങും അവർ ദ്രോണാചാര്യരെ പരിശീലിപ്പിക്കുന്നതും അങ്ങനത്തെ കഥകളാണ്. രണ്ടാമത്തെ ചാപ്റ്ററായ എൻ്റർ ദി പ്ലേയേഴ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. കുന്തിദേവിയും പാണ്ഡു മഹാരാജാവും അവരുടെ 5 മക്കളും പഞ്ചപാണ്ഡവന്മാരും ധൃതരാഷ്ട്രർക്ക് 100 മക്കളും ധൃതരാഷ്ട്ര കഥയും അതായിരുന്നു രണ്ടാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്ററിലാണ് ഇവർ തമ്മിൽ പഞ്ചപാണ്ഡവന്മാരും ധൃതരാഷ്ട്ര മക്കളായ ദുര്യോധനനും ദുശാസനും തമ്മിലുള്ള ആദ്യത്തെ പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ധൃതരാഷ്ട്ര ദുര്യോധനൻ്റെ നിർദ്ദേശപ്രകാരം എന്താ ചെയ്ത പഞ്ചപാണ്ഡവന്മാരെയും ദൂരെ ഒരു സ്ഥലത്തേക്ക് ഒരു ദിക്കിലെ ശിവൻ്റെ ഉത്സവം കാണാൻ പറഞ്ഞയക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഒരു വലിയൊരു ഈ കൊട്ടാരത്തിൻ്റെ പേരാണ് ഹൗസ് ഓഫ് ജോയ്. ഈ കൊട്ടാരത്തിൽ അവർ താമസിപ്പിക്കുകയാണ്. എന്നിട്ട് ഇന്ന ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൊട്ടാരം തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വിതുരൻ ഇവരെ സഹായിക്കുകയാണ്. അങ്ങനെ അവർ ആ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എല്ലാവരും ടണൽ വഴി രക്ഷപ്പെട്ടു. ആ കൊട്ടാരത്തിൻ്റെ മണ്ണിൻ്റെ അടിയിൽ കൂടെ വഴി ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ അങ്ങനെ രക്ഷപ്പെട്ടു. ഭീമസേനൻ ആ കൊട്ടാരം മുഴുവനും തീ വെച്ചിട്ട് അവസാനം ഭീമസേനനും അതേ ടണൽ വഴി തന്നെ രക്ഷപ്പെട്ടു. അതോടുകൂടി നമ്മൾ മൂന്നാമത്തെ അധ്യായം 3rd ചാപ്റ്റർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ 4th ചാപ്റ്ററിലാണ് വന്നിരിക്കുന്നത്. ബ്രൈഡ് ഫോർ ഫൈവ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ 5 മക്കൾക്കുള്ള ഭാര്യ, അതായത് പാഞ്ചാലിനെ കുറിച്ചിട്ടുള്ള ആമുഖമാണ് ഇവിടെ തുടങ്ങുന്നത്. എന്നിട്ട് ഇവർ ഈ ടണലിൻ്റെ ഇതിയെ കൂടെ പോയപ്പോൾ അങ്ങേ അറ്റത്ത് എന്തായിരുന്നു? അങ്ങേ അറ്റത്തൊരു തോണി ഉണ്ടായിരുന്നു. ഒരു തോണിയിൽ ഒരാളും ഉണ്ടായിരുന്നു. ബോട്ട്മാനും ഉണ്ടായിരുന്നു. ബോട്ട്മാൻ ആ കോഡ് വേർഡ് എന്താ പറഞ്ഞു കൊടുത്ത? ജാക്കിൾസ് എമർജ് ഫ്രം മെനി ഔട്ട്ലെറ്റ്സ് പറഞ്ഞു കൊടുത്തിട്ട് അവരെങ്ങനെ കൊടും കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഭീമസേനനാണ് പ്രധാനമായിട്ട് അമ്മേനെയും അനുജന്മാരെയൊക്കെ സംരക്ഷിക്കുന്നത്. അപ്പോൾ കൊടും കാട്ടിൻ്റെ ഉള്ളിലേക്ക് പഞ്ചപാണ്ഡവന്മാരും താമസം മാറ്റി കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ കാട്ടിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നതെല്ലാം ആരായിരുന്നു? ഭീമസേനൻ. വന്യജീവികളെ പണ്ടത്തെ കൊടും കാടിലല്ലേ, കൊടും കാട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉണ്ടാവുക? സിംഹം, പുലി, ആന, അങ്ങനെ വന്യജീവികൾ കുറേ ഉണ്ടാവില്ലേ? അപ്പം നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? വീട്ടിൽ താമസിക്കുന്ന പോലെ താമസിക്കാൻ പറ്റില്ലല്ലോ. കൊടും കാട്ടിൽ ഈ ജീവികളിൽ നിന്നൊക്കെ സംരക്ഷിക്കണ്ടേ? അപ്പോൾ ഭീമസേനനാണ് ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങണ സമയത്ത്
ഭീമസേനനാണ് കാവലിരിക്കുക. ആ സമയത്ത് അവരെല്ലാവരും നിലത്തൊക്കെ ഇങ്ങനെ ഈ പറയുന്ന പോലെ ചെറിയ ഇതൊക്കെ എന്താ പറയുക, ചെറിയ രീതിയിൽ വീട് പോലെയൊക്കെ കെട്ടി ഓലപ്പെരകളൊക്കെ കെട്ടി ഇങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. ഭീമൻ്റെ ശക്തി ഉണ്ടല്ലോ, ഭീമന് ഭയങ്കര ധൈര്യവും ശക്തിയല്ലേ. മഹാഭാരത കഥയിൽ ഏറ്റവും ശക്തിമാനായ കഥാപാത്രമാണ് ഭീമൻ. അപ്പോൾ ഭീമന് ഇങ്ങനെ ഇത്രയും ശക്തി വെച്ചിട്ട് ഭീമൻ ഈ പറയുന്ന പോലെ ഈ കഷ്ടപ്പാടുകൾ, ഈ പറയുന്ന തണുപ്പ് ചൂടൊക്കെ താങ്ങാനുള്ള കഴിവുണ്ടായി. കൊടും തണുപ്പുണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ചൂടുണ്ടാവും, തീയൊക്കെ പൊള്ളുന്ന സമയത്തേ കാട്ടിലങ്ങനെ ആകുമ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ കുറേ ദൂരമൊക്കെ നമ്മൾ നടക്കും, മാറി താമസിക്കുകയൊക്കെ ചെയ്യണ്ട. എങ്ങനെ മാറി താമസിക്കുക? നടക്കാൻ വയ്യാണ്ടാവുമ്പോൾ അനുജന്മാരെയോ അമ്മേനെയൊക്കെ ഭീമസേനൻ തോളിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കും. അങ്ങനെയാണ് ഭീമസേനൻ്റെ ശക്തി വന്നത്. ഭീമസേന അത്രയ്ക്ക് ശക്തിയാണ്. അങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്ന ദിവസം എന്തായി, ഒരു ദിവസം ഒരു രാക്ഷസൻ വന്നു. ഈ രാക്ഷസൻ എന്ത് ചെയ്ത്, മലയുടെ മുകളിൽ ഒരു ചെരുവുണ്ട്. മലയുടെ മുകളിലൊരു ചെരുവ്, ഒരു ഗുഹ എന്ന് പറയും, കേവ് എന്നാണ് പറയുക, മൗണ്ടൻ കേവ്. ആ ഗുഹയിൽ ഈ രാക്ഷസൻ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്തിനാ ഒളിച്ചിരിക്കണേ? ഈ പറയുന്ന മനുഷ്യരെ ആക്രമിക്കാനും ഉപദ്രവിച്ചിട്ട് കൊല്ലാനുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒളിഞ്ഞിങ്ങനെ ഇരിക്കണം. അങ്ങനെയുള്ളപ്പോൾ ഈ രാക്ഷസൻ ഇങ്ങനെ ഇവരെ നോക്കണത്, ഇവരെ ശ്രദ്ധിക്കുന്നത് കുന്തിദേവിയും യുധിഷ്ഠിരനും അർജുനനും നകുലനും സഹദേവനും ഒക്കെ ഇങ്ങനെ താമസിക്കുന്നത് ഒളിഞ്ഞു കണ്ടു. ഒളിഞ്ഞു കണ്ടപ്പോൾ എന്തായി, ഭീമസേനൊരു സംശയം തോന്നി. ഭീമസേനൻ എന്താ സംശയം തോന്നിയേ? ഇയാൾ എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു നോക്കണമെന്ന് സംശയം തോന്നിയപ്പോൾ എന്തായി, ഭീമസേനൻ ഒരൊറ്റ ചാട്ടം ആരുടെ മുകളിൽ? ഈ രാക്ഷസൻ്റെ മുകളിൽ ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് ആ രാക്ഷസൻ്റെ നെഞ്ച് പിളർത്തി അങ്ങോട്ട് കൊന്നു. കാരണം എന്താ അറിയോ, ഇല്ലെങ്കിൽ രാക്ഷസന് ഇവരെ ആക്രമിക്കുമെന്ന് പേടിച്ചിട്ട് ഭീമസേനൻ കൊന്നു. ആ രാക്ഷസൻ അങ്ങനെ മരിച്ചു വീണപ്പോൾ അപ്പുറത്ത് പാവപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഈ രാക്ഷസൻ്റെ അനുജത്തി. ഹിഡിംബ എന്നാണ് ഈ അനുജത്തിയുടെ പേര്. ഭീമസേനൻ ഈ രാക്ഷസൻ്റെ അനുജത്തിനെ കണ്ടപ്പോൾ വളരെ സഹതാപവും സ്നേഹവും തോന്നി. ആ സ്നേഹം പതുക്കെ പ്രേമമായി മാറി. അങ്ങനെ ഭീമസേനൻ എന്ത് ചെയ്ത്, ഹിഡിംബി എന്നുള്ള പെണ്ണിനെ രാക്ഷസൻ്റെ അനിയത്തിനെ കല്യാണം കഴിച്ചിട്ടുണ്ടായ മകൻ്റെ പേരാണ് ഘടോത്കചൻ. ഭീമസേനൻ ഹിഡിംബിനെ കല്യാണം കഴിച്ച് വിവാഹം കഴിച്ചിട്ട് അവർക്ക് ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുടെ പേരാണ് ഘടോത്കചൻ. ഈ ഘടോത്കചന് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെ ആവശ്യമുള്ളപ്പോൾ ഒക്കെ സഹായിക്കാനും യുദ്ധത്തിൽ പിന്നീട് സഹായിക്കാനും ഒക്കെ ഘടോത്കചൻ വരും. അത് നമുക്ക് പിന്നീടുള്ള കഥ ഇതിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഉറങ്ങിയോ കണ്ണാ? തുടർന്നുള്ള യാത്രയിൽ ഇനി കാണാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ ഇതിൽ അവസാനിപ്പിക്കണം. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.